മാർച്ച് 19 തിയേറ്ററോട് റിലീസായ ഒരു തമിഴ് സിനിമയായിരുന്നു യൂത്ത്. 2002 വിജയുടെ പേരിൽ പുറത്തിറങ്ങിയ യൂത്ത് സിനിമയല്ല ഇത്. 2026 കെൻ കരുണാസ് എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ് യൂത്ത് എന്ന് പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജി വി പ്രകാശാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലും കെൻ കരുണാസിനൊരു കൈകടത്തൽ ഈ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്മുടെ കരുണ എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. പുള്ളിയുടെ മകനാണ് ഈ കെൻ കരുണാസ്. ഇവനെ അറിയായിരിക്കും, നമ്മുടെ അസുരൻ സിനിമയിൽ ധനുഷിൻ്റെ മകനായിട്ട് അഭിനയിച്ച കെൻ കരുണാസ്. അതുപോലെ തന്നെ ഭയങ്കര മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അവൻ സംവിധാനം ചെയ്തൊരു സിനിമയാണിത്. അവനെന്ന് പറയാൻ കാരണം 25 വയസ്സ് മാത്രമേ ഉള്ളൂ ചെറുക്കിന് പ്രായം. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ പേര് അഭിജിത്ത് വിശ്വനാഥ്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടണും ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. യൂത്ത് എന്ന് പറയുന്ന സിനിമ മാർച്ച് 19 തിയേറ്ററോട് റിലീസാകുന്നത്. ഇപ്പോൾ അതിൻ്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് നടന്നിരിക്കുന്നത്. 6 കോടി ബഡ്ജറ്റിലെടുത്തൊരു സിനിമയാണ്. അതിൽ 39 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടി ഒരു വമ്പൻ വിജയമായി മാറിയ സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് തുടർന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ട്, സുരാജ് വെഞ്ഞാറമ്മൂട്, ദേവദർശിനി, അതുപോലെ തന്നെ അനീഷ്മ അനിൽകുമാർ. ഈ അനീഷ്മ അനിൽകുമാർ നമ്മുടെ മലയാളി പെൺകുട്ടിയാണ്. നമ്മുടെ മരണമാസ് സിനിമയ്ക്കകത്ത് നായികയായിരുന്നു. 2-3 വേറെ ലേഡി ക്യാരക്ടേഴ്സുണ്ട്. മീനാക്ഷി ദിനേശ്, അതും മലയാളി ആക്ട്രസ്സാണ്. അപ്പോൾ ഇവരൊക്കെ അണിനിരുന്ന ഒരു സിനിമയാണിത്. ഇതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ട്രോള് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണാൻ സാധിച്ചായിരുന്നു. ഈ ലൊക്കുള്ളവന്, ഒരു പയ്യന് 3 നായികമാരുള്ള സിനിമ, അതും അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടു. നെപ്പോട്ടിസം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ കരുണാസ് സിനിമയിലുള്ള ഒരാളാണ്, അതുകൊണ്ട് സിമ്പിളായിട്ട് ചെറുക്കം വന്നു. കരുണാസ് ഇപ്പം പൊളിറ്റിക്സിലേക്ക് പോയിരിക്കുകയാണ്, സോ അതുകൊണ്ട് മകനെ സിനിമയിൽ കയറ്റി ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് ട്രോളുകൾ വരുന്നത്. ചെറുക്കിന് കഴിവുണ്ടടാ, നിങ്ങൾ ആ സിനിമ കണ്ടു നോക്ക്. 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സിൽ അവൻ്റെ ഡീറ്റെയിൽസ് വേണം എടുത്തു നോക്കുക. അവൻ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൈ കടത്തുന്നവനാണ്. അവന് റിട്ടൺ എഴുത്തിൽ തലയുള്ള ചെറുക്കനാണ്, ഡിറക്ഷനിൽ തലയുള്ള ചെറുക്കനാണ്. അവൻ ഗംഭീരമായിട്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂത്ത് എന്ന് പറയുന്ന സിനിമ ഒരു പിള്ളേർക്കൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ. വലിയ ഫ്ലാഷ് ബാക്കായിട്ട് ഒരു സാധനം കാണിക്കുകയോ അല്ല പ്രസൻറ്റ് കാലഘട്ടം കാണിക്കുകയോ ഒന്നുമല്ല. ഇതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ സിമ്പിളാണ്. നമ്മളെല്ലാം കേട്ട് പഴകിയൊരു സംഭവമാണ്. പക്ഷേ 2 മണിക്കൂറോ 2.25 മണിക്കൂർ അടുത്ത് സിനിമയുണ്ട്. അത് ഒരു തരത്തിലും നമ്മളെ ബോറടിപ്പിക്കാതെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോമഡിയും കാര്യങ്ങളൊക്കെ നിറച്ച് ഒരു നല്ല രസമായിട്ട് ഈ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. അതും അവൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. ഡാൻസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ഗംഭീരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം സുരാജ് ചേട്ടൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ആക്ടിങ് ഒരു പരിപാടികളുണ്ട്. അത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അവർ ഈ കാസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അത്ര മൈന്യൂട്ടായുള്ള സാധനങ്ങളൊന്നും വേറെ ആരുടെയും മൊത്തം വരില്ല. നമ്മുടെ സുരാജ് ചേട്ടൻ്റെ അതിനെ വരത്തുള്ളൂ. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പടം ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ഒരു കോളേജ്, അതുപോലെ തന്നെ സ്കൂള്, +2 കാലഘട്ടമാണ് കാണിക്കുന്നത്. 2016 നടക്കുന്നൊരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രസൻറ്റ് കാലഘട്ടം കാണിക്കലോ ആ പരിപാടികളൊന്നുമില്ല. 2016 നടന്നൊരു സംഭവം, അങ്ങനെ രീതിയിലാണ് ഇതിനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിള്ളേർ സെറ്റ്, യൂത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ചെറുപ്പ കാലഘട്ടത്തിൽ പിള്ളേർ ചെയ്യാൻ പറ്റുന്ന കുരുത്തക്കേടും അതിൻ്റെ ഒരു രസവും തമാശയും പ്രണയവും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു സിനിമയാണ്. ഒരു സ്കൂളിൽ നടക്കുന്ന കുറേ ഇൻസിഡൻറ്റുകൾ, അതുപോലെ തന്നെ പ്രണയം വന്നു കഴിയുമ്പോഴേക്കും ഒരാളോടൊരു ഇഷ്ടം വരുന്നു. അത് കഴിയുമ്പോൾ തന്നെ മറ്റൊരാൾ വന്ന് ഇഷ്ടം പറയുമ്പോഴേക്കും അയാളോടൊരു ഇഷ്ടം തോന്നുന്നു. പിന്നീട് ഇതൊന്നും അല്ലാത്ത വേറൊരാളോട് ഇഷ്ടം തോന്നുന്നു. ഇതിലേക്ക് ഏതിഷ്ടം വർക്കൗട്ടാകും? അച്ഛനും അമ്മയും ഉണ്ട്, അവർ ഈ നായകനെ ഓർത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഈ സിനിമ ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഞാൻ എന്തായാലും എൻ്റർടൈൻ ആയ ഒരു സിനിമ തന്നെയാണ് യൂത്ത് എന്ന് പറയുന്നത്. പിന്നെ ജി വി പ്രകാശിനെ പറ്റിയാണ് പറയേണ്ടത്. മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പാട്ട് ഓൾറെഡി തന്നെ ഹിറ്റായിട്ടുണ്ട്. അതിന് കൂടാതെ ഇതിനകത്ത് വന്ന ട്രാക്കുകളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഇഷ്ടം പറയുന്നൊരു സീനുണ്ട്. ആ സീനിൽ അവർക്ക് അനുഭവിക്കുന്നൊരു നെഞ്ചെടുപ്പ് പോലത്തെ ഒരു ഫീല് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൊണ്ടുവന്നിട്ട് ആ ഫീല് നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ മ്യൂസിക് ഡയറക്ടറെ പറ്റിയിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്കെന്തായാലും നല്ല രീതി ബ്ലെൻഡായ എല്ലാ ആർട്ടിസ്റ്റുകളും
എല്ലാ ടെക്നീഷ്യൻസും നല്ല രീതിയിൽ ബ്ലെൻഡായ ഒരു സിനിമയായിട്ട് തോന്നി. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒരു പടത്തിനൊരു ആത്മാവുണ്ട്, ഒരു സോൾ ഉണ്ടെന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് ഒരു നല്ലൊരു സോളുണ്ട്. അത് ക്ലൈമാക്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവും. നമ്മൾ വാഴയും വാഴ 2 ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് മനസ്സ് നിറയുകയും കണ്ണ് നിറഞ്ഞൊക്കെ കണ്ട സിനിമകളാണ്. അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു അടിച്ചുപൊളി ഇമോഷണൽ റൈഡ് ഉള്ള ഒരു സിനിമ തന്നെയാണ് യൂത്ത് എന്ന് പറയുന്നത്. ഇതും കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം അവൈലബിൾ ആണ്. ഓൾറെഡി കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിവ്യൂ ഇതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കെൻ കരുണാസ് സൂപ്പർ, മുമ്പോട്ട് നല്ല രീതിയിൽ പോവുക, കൂടെയുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും അവനൊരു ശാന്തനുവിൻ്റെ ഷേപ്പ് അടിക്കുന്നുണ്ട്. അത് മാത്രം ഞാൻ പലയിടത്തും ശാന്തനു ഒന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ട്. ശാന്തനുവിൻ്റെ ഒരു ഷേപ്പ് അടിക്കുന്നുണ്ട് അവന്. പക്ഷേ കൊള്ളാം. പടത്തിനകത്ത് പറയുന്നുണ്ട് അവൻ്റെ ചിരി അടിപൊളിയാണ്. ശരിയാണ്, അവന് നല്ല ചിരിയാണ്. കെൻ കരുണാസ് സൂപ്പർ, ഒന്നും പറയാനില്ല. വേറെ ഒന്നും പറയാനില്ല. അടുത്തൊരു ഗംഭീര പടത്തിൻ്റെ റിവ്യൂ ആയിട്ട്, ഗംഭീര പടം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, കണ്ടതിന് ശേഷമല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗംഭീരമാണോ മോശമാണോ എന്നുള്ളത്. എന്തായാലും അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്, സിനിമാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെ പീസ് ഔട്ട്.